ഒരേപോലുള്ള ദോശയൊക്കെ കഴിച്ച് മടുത്തിരിക്കുന്നവരാണെങ്കിൽ ദാ ഇതൊന്ന് ട്രൈ ചെയ്തോളൂ. സൂപ്പർ ടേസ്റ്റ് ആണേ. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ദോശകളിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ദോശയാണ് അടദോശ. അരിയും ഉഴുന്നും ധാരാളം പരിപ്പ് വർഗ്ഗങ്ങളും ഒക്കെ ചേർത്ത് തയ്യാറാക്കുന്ന പോഷകസമൃദ്ധമായ ഈ ഒരു ദോശ വന്നിട്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ ഈ ഒരു അടദോശ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുൻപ് നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ അടദോശ തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഒന്ന് കുതിർത്ത് വെക്കാനുണ്ട്. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയൊരു പാത്രത്തിലേക്ക് 1.5 കപ്പ് അളവിൽ ഇഡ്ഡലി റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ് ആണ് അളവിന് എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഏത് പാത്രത്തിലാണോ അരിയൊക്കെ അളന്നെടുക്കുന്നത് അതേ പാത്രത്തിൽ തന്നെ ബാക്കി ഇൻഗ്രീഡിയൻസും കൂടി അളന്നെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഇവിടെ 1.5 ഗ്ലാസ് ഇഡ്ഡലി റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് പൊന്നി അരിയാണ്. പൊന്നി അരി എന്ന് വെച്ചാൽ നമ്മൾ ചോറ് കഴിക്കാനൊക്കെ ഉപയോഗിക്കുന്ന അരിയാണ് കേട്ടോ. ചോറായിട്ടൊക്കെ കഴിക്കാനായിട്ട് ഉപയോഗിക്കുന്ന അരിയാണ് പൊന്നി അരി എന്ന് പറഞ്ഞാൽ. ഇതിപ്പോൾ ഒരുവിധമുള്ള എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും അവൈലബിൾ ആണ്. പൊന്നി അരി എന്ന് പറഞ്ഞ് നമുക്ക് വാങ്ങിക്കാനായിട്ടൊക്കെ കിട്ടും. പൊന്നിയരി വന്നിട്ട് 2 തരത്തിലുണ്ട്. ഒന്ന് പച്ചരിയും ഒന്ന് പുഴുക്കലരിയും. ഞാനിപ്പോൾ ഇവിടെ പുഴുക്കലരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഞാനിവിടെ ഒരു 1.5 ഗ്ലാസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഉഴുന്നുപരിപ്പാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൊലിയോട് കൂടിയുള്ള ഉഴുന്നാണ് കേട്ടോ. അതിൻ്റെ തൊലിയൊന്നും കളയുന്നില്ല. ആ ഒരു തൊലിയും കൂടെ നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ തൊലിയോട് കൂടിയുള്ള ഒരു ഉഴുന്നുപരിപ്പാണ് നമ്മൾ അടദോശയ്ക്ക് ഉപയോഗിക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ സാധാരണ ഉഴുന്നും ചേർക്കാം കേട്ടോ. പക്ഷേ ഈ ഒരു തൊലിയോട് കൂടിയുള്ള ഉഴുന്ന് ചേർക്കുമ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 ഗ്ലാസ് അളവിൽ ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എടുക്കുന്ന ആ ഒരു കപ്പ് ഏതാണോ ആ ഒരു സെയിം കപ്പിൽ തന്നെ എല്ലാം അളന്നെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് പരിപ്പ് ഐറ്റംസ് ഒക്കെയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ ആദ്യം തന്നെ കടലപ്പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ഗ്ലാസ് അളവിൽ കടലപ്പരിപ്പ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ ചന്നാദാൽ ഉണ്ടല്ലോ, അതാണേ. അതിപ്പോൾ ഞാനിവിടെ ഒരു 1/4 ഗ്ലാസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് തുമരപ്പരിപ്പാണ്. അതായത് നമ്മുടെ സാമ്പാർ പരിപ്പ്. അതും ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 ഗ്ലാസ് അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ നമ്മുടെ പയറുപരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതും നമുക്ക് വേണമെങ്കിൽ ഒരു 1/4 ഗ്ലാസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു 2 പരിപ്പ് മാത്രമേ ഇതിലേക്ക് എടുക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് കഴുകി കൊണ്ടുവരാം. ഒരു 3-4 തവണ വെള്ളത്തിൽ നന്നായിട്ട് കഴുകി വേണം എടുക്കാനായിട്ട്. കാരണം നമ്മൾ ഈ ഒരു അരിയും ഉഴുന്നും എല്ലാം കുതിർക്കാൻ വെക്കുന്ന ഒരു വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം നല്ല വെള്ളമായിരിക്കണം. അരി അരയ്ക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ ഇതെല്ലാം ഇവിടെ നല്ലപോലെ ഒന്ന് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. മറ്റൊന്നുമല്ല, വറ്റൽമുളകാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 8-10 മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറ്റൽമുളകിൻ്റെ എണ്ണമൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. കുട്ടികൾക്കൊക്കെ കൊടുക്കുവാണെങ്കിൽ ഈ ഒരു അളവിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഞാനിപ്പോൾ ഇവിടെ കാശ്മീരി മുളകാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ദോശയ്ക്ക് നല്ലൊരു കളറും കിട്ടും, എന്നാൽ അധികം എരിവ് ഉണ്ടാവുകയുമില്ല. പിന്നെ നമ്മളിത് അരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് പച്ചമുളക് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതനുസരിച്ച് വേണം മുളകെല്ലാം ചേർത്ത് കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഒരു 4 മണിക്കൂർ വെച്ചാൽ മതിയാകും. ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്കിതെല്ലാം ഒന്ന് നന്നായിട്ട് കുതിർന്ന് കിട്ടും. അപ്പോൾ അരി ഉഴുന്നെല്ലാം ഒന്ന് കുതിർന്ന് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു സൈഡ് ഡിഷ് തയ്യാറാക്കാം. അടദോശയുടെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അവിയൽ നല്ലൊരു കോമ്പിനേഷനാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ കട്ടി ചമ്മന്തി നല്ലൊരു കോമ്പിനേഷനാണ്. പിന്നെ മധുരമൊക്കെ ഇഷ്ടമുള്ളവരാണെന്ന് വരികിൽ ശർക്കര ചേർത്തും അടദോശ കഴിക്കാറുണ്ട്. പിന്നെ അതുപോലെ അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കഴിക്കാറുണ്ട്. ഞാനിപ്പോൾ ഇവിടെ സൈഡായിട്ട് എടുക്കാൻ പോകുന്നത് അവിയലാണ്. അപ്പോൾ ഈ ഒരു അടദോശയ്ക്ക് ഉണ്ടാക്കുന്ന അവിയൽ എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന അവിയൽ പോലെയല്ല. അടദോശയുടെ അവിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു ലൂസായിട്ട് വെള്ള കളറിൽ കടുകൊക്കെ താളിച്ചാണ് നമ്മൾ അവിയൽ തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ അവിയലിനൊക്കെ എടുക്കുന്ന വെജിറ്റബിൾസ് ഒക്കെ തന്നെയാണ്. വെള്ളരിക്ക, പടവലങ്ങ, അതുപോലെ തന്നെ കുമ്പളങ്ങ, ക്യാരറ്റ്, പയർ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ തൊണ്ടൻ മുളക്, പിന്നെ വാഴയ്ക്ക, ഇതൊക്കെ തന്നെയാണ് ഞാനിവിടെ അവിയലിന് വേണ്ടി എടുത്തിരിക്കുന്ന വെജിറ്റബിൾസ്. ഇതിപ്പോൾ നമുക്കൊരു ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്താൽ മതിയാകും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ ഒരു അവിയൽ വന്നിട്ട് വെള്ള കളറിലാണ് ഇരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് ഒരുപാട് മഞ്ഞൾപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചേർത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് നമുക്ക് കഷ്ണങ്ങളെല്ലാം വേകാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കഷ്ണങ്ങളെല്ലാം ഒന്ന് വെന്ത് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 3 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 ടീസ്പൂൺ അളവിൽ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സാധാരണ ചെറിയ ജീരകം.
അതോടൊപ്പം തന്നെ അരമുറി തിരുവിയ തേങ്ങയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് അരച്ചു കൊണ്ടുവരാം. അതിനുശേഷം ബാക്കി ചേരുവകളും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ബാക്കി ചേരുവകളും കൂടി ചേർത്ത് കൊടുത്ത് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ടൊന്ന് അരച്ചെടുക്കണം. നമ്മൾ സാധാരണ തയ്യാറാക്കുന്ന അവിയലിനൊക്കെ എടുക്കുന്ന അരപ്പ് പോലെ ചതച്ചല്ല, നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചാണ് എടുക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് പുളിക്ക് ആവശ്യമായ തൈരാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 ഗ്ലാസ് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും പകുതി ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ടൊന്ന് അരച്ച് കൊണ്ടുവരാം. അതിനുശേഷം ബാക്കി ചേരുവകളും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇതെല്ലാം ഇവിടെ ഇപ്പോൾ നല്ലപോലെ ഒന്ന് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ബാക്കി തൈരും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് അരച്ചു കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ അവിയലിന് വേണ്ടിയിട്ടുള്ള അരപ്പെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇതുപോലെ ഫൈൻ പേസ്റ്റ് ആയിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പം നമ്മുടെ അവിയലിൻ്റെ കഷ്ണമെല്ലാം ഇവിടെ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലിപ്പോൾ കുറച്ച് വെള്ളമുണ്ട്, അത് നമ്മൾ മാറ്റേണ്ട ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ലൂസായിട്ടുള്ള ഒരു അവിയലാണ് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. ഇതിലേക്ക് ഇപ്പോൾ നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അരപ്പിൻ്റെ ആ ഒരു പച്ച ചവയൊക്കെ ഒന്ന് മാറി കുറച്ചും കൂടി ഒന്ന് വെള്ളം വറ്റി വരും. ഇതാ കണ്ടില്ലേ, നമ്മുടെ അവിയൽ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് അവിയൽ വേണ്ടത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്കൊന്ന് താളിച്ച് ചേർക്കണം. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയിലാണ് കേട്ടോ താളിച്ച് ചേർക്കാൻ പോകുന്നത്. കടുകും കറിവേപ്പിലയും കൂടി നമുക്ക് ഇതിലേക്കൊന്ന് താളിച്ച് ചേർക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടദോശയ്ക്ക് വേണ്ട അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ദോശയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ നേരത്തെ കുതിർക്കാനായിട്ട് മാറ്റി വെച്ചിരുന്ന അരി ഉഴുന്നുമെല്ലാം ആവശ്യത്തിന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതൊരു 4 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ നിന്നുള്ള വെള്ളം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ആ വെള്ളമാണ് നമ്മൾ അരി ഉഴുന്നൊക്കെ അരയ്ക്കുന്ന സമയത്ത് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാനുണ്ട്. അത് വന്നിട്ട് അരയ്ക്കുന്ന സമയത്താണ് ചേർത്ത് കൊടുക്കുന്നത്. ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചേർത്ത് കൊടുത്ത് ഇത് മുഴുവനായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിപ്പോൾ ഇവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് അരിയും ഉഴുന്നും ഒക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർക്കാൻ വെച്ചിരുന്ന ഒരു വെള്ളം ഉണ്ടല്ലോ, അതിൽ നിന്നും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു അടദോശയുടെ മാവ് വന്നിട്ട് നമ്മൾ സാധാരണ ഇഡ്ലിക്കും ദോശയ്ക്കും ഒക്കെ അരയ്ക്കുന്ന പോലെ ഫൈൻ പേസ്റ്റ് ആയിട്ടല്ല അരയ്ക്കേണ്ടത്. കുറച്ച് തരിതരിപ്പോട് കൂടി വേണം അരച്ചെടുക്കാനായിട്ട്. ഇതാ കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ വേണം മാവ് തയ്യാറാക്കി എടുക്കേണ്ടത്. ഇതിപ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഈ ഒരു അടദോശയുടെ മാവ് വന്നിട്ട് ഒരുപാട് ലൂസായി പോകരുത്. നമ്മുടെ ഈ ഒരു ഇഡ്ഡലി മാവിൻ്റെ ഒക്കെ ഒരു പരുവം ഉണ്ടല്ലോ, അതിൽ നിന്നും ഒരല്പം കൂടി ഒന്ന് ലൂസായിട്ട് ഇരുന്നാൽ മതി. ഒരുപാട് അങ്ങനെ ലൂസായി പോകരുത്. ഇനിയിപ്പോൾ ഞാൻ നമ്മുടെ രണ്ടാമത്തെ ബാച്ച് ഒന്ന് അരച്ചെടുക്കാൻ പോവാണ്. ഇതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ ഒരു 3-4 പച്ചമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളകിൻ്റെ എണ്ണമൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന പച്ചമുളകിന് അധികം എരിവൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇവിടെ ഒരു 3-4 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന അരി ഉഴുന്നും കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ പോലെ തരിതരിപ്പോട് കൂടി തന്നെ മാവൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ബാക്കിയുള്ള അരി ഉഴുന്നുമെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു അടദോശയ്ക്ക് നല്ലൊരു മണവും രുചിയും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. കായത്തിൻ്റെയൊക്കെ നല്ലൊരു മണം വേണം ഈ ഒരു ദോശ തയ്യാറാക്കുമ്പോൾ. 1 മുതൽ 1.25 ടേബിൾ സ്പൂൺ വരെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നമ്മൾ നേരത്തെ അരച്ചതുപോലെ തരിതരിപ്പോട് കൂടി ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അവസാനമായിട്ട് നമുക്ക് ഇതിലേക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില 1 കൈപ്പിടി അളവിൽ ചേർത്ത് കൊടുത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. കറിവേപ്പില മുഴുവനോട് കൂടി അങ്ങ് അരഞ്ഞു പോകരുത്, ചെറുതായിട്ട് ഇങ്ങനെ കടിക്കാനൊക്കെ കിട്ടണം. ആ ഒരു രീതിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ അടദോശയുടെ ബാറ്ററെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കാരണം നമ്മളിതിപ്പോൾ ഒരു 3 പാർട്ടായിട്ടാണ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുത്ത് അരച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. പിന്നെ ഈ ഒരു അടദോശ വന്നിട്ട് നമുക്കിനി ഫെർമെൻറ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അരച്ച ഉടനെ തന്നെ നമുക്ക് ദോശ ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ അടദോശയ്ക്ക് വേണ്ട ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
നമുക്ക് ഇനിയിപ്പോൾ ദോശ ചുട്ടെടുക്കാം. അപ്പം ഞാൻ ദാ ഇവിടെ ഒരു ദോശക്കല്ല് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇരുമ്പിൻ്റെ ദോശക്കല്ലാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത്. അടദോശയൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് മാക്സിമം ഇരുമ്പിൻ്റെ ദോശക്കല്ല് തന്നെ ഉപയോഗിക്കാൻ നോക്കുക. നോൺ സ്റ്റിക്കിലൊക്കെ തയ്യാറാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റോ ടെക്സ്ചറോ ഒന്നും ഉണ്ടാവില്ല. കാരണം നമ്മൾ ഇതിലേക്ക് അത്യാവശ്യം എണ്ണയൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മുരിയിച്ചൊക്കെ എടുക്കുന്ന ഒരു ദോശയാണ് അടദോശ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഇരുമ്പിൻ്റെ ദോശക്കല്ല് തന്നെ ഉപയോഗിക്കാൻ നോക്കുക. കല്ലെല്ലാം നല്ലപോലെ ഒന്ന് ചൂടായതിനു ശേഷം ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മാവൊഴിച്ച് നമ്മൾ സാധാരണ ദോശയൊക്കെ പരത്തുന്നത് പോലെ നല്ല തിന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. എത്രത്തോളം തിന്നായിട്ട് പരത്താൻ പറ്റുമോ അത്രയും നല്ലതാണ്. നല്ല മുരിഞ്ഞ് കിട്ടും നമ്മുടെ ദോശ വന്നിട്ട്. അപ്പം ഞാൻ ഇതെല്ലാം ഇവിടെ നല്ലപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് നല്ലെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ ഒരു അടദോശയ്ക്ക് വന്നിട്ട് നല്ലെണ്ണ തന്നെ ഉപയോഗിക്കാൻ നോക്കുക കേട്ടോ. നെയ്യോ വെളിച്ചെണ്ണയോ ഒന്നും ഉപയോഗിക്കരുത്. നല്ലെണ്ണയാണെങ്കിൽ അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു അടദോശ വന്നിട്ട് നമ്മുടെ സാധാരണ ദോശ പോലെയല്ല, നല്ല ക്രിസ്പി ആയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ അതായത് ഇതിൻ്റെ ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് ക്രിസ്പിയായി വരുന്നുണ്ട്. ഇതിപ്പോൾ ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. തിരിച്ചിട്ടതിന് ശേഷം വീണ്ടും ഇത് നല്ലപോലെ ഒന്ന് മൊരിയിച്ചെടുക്കണം. ഇതാ കണ്ടില്ലേ, ദോശക്കല്ലിൽ നിന്നൊക്കെ പെട്ടെന്ന് തന്നെ വിട്ട് വരുന്നുണ്ട്. ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. നമ്മുടെ മാവ് വന്നിട്ട് കറക്റ്റ് ആ ഒരു ടെക്സ്ചറാണ്. അപ്പോൾ അതാ നമ്മുടെ അടദോശയുടെ അടുത്ത ഭാഗവും നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ കല്ലിൽ നിന്ന് മാറ്റുകയാണ്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി ദോശയും കൂടി ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ടേസ്റ്റി ആയിട്ടും എന്നാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള അടദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവിയലും. അപ്പോൾ ഈ ഒരു അടദോശയും അവിയലും വന്നിട്ട് രണ്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ്. നമ്മൾ സാധാരണയൊക്കെ ഉണ്ടാക്കുന്ന അരി ഉഴുന്നും ദോശയിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഒരു ദോശയാണ് അടദോശ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു റെസിപ്പിയൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ്. അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നത് വരേക്കും ടേക്ക് കെയർ. ബൈ.